Good evening, all. A warm welcome to everyone present here. ലിറ്റററി ലെൻസിന്റെ 18th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ബുക്ക് റിവ്യൂ ചെയ്യുന്നത് BEd ഫസ്റ്റ് ഇയറിലെ തൗഫീറയാണ്. പ്രൊഫസർ TJ ജോസഫിന്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ വായനാനുഭവമാണ് തൗഫീറ നമ്മളോടുകൂടി പങ്കുവെക്കുന്നത്. സോ I welcome Tawfira for the book review. Tawfira. Hello. മിസ് തുടങ്ങട്ടെ? ഗുഡ് ഈവനിങ് ഓൾ. ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബുക്ക് TJ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണിത്. DC ബുക്സ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു ചോദ്യപേപ്പർ വിവാദം അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ കൈവിട്ട കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2010 കുറെ മാധ്യമ ശ്രദ്ധ പിടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ അന്ന് നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. നമുക്കറിയാം, ഒരു വാർത്ത വന്ന് 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളത് മറന്നുപോകും. അങ്ങനെ നമ്മൾ മറന്നു പോയ ഒരാൾ കൂടിയാണ് പ്രൊഫസർ TJ ജോസഫ്. തന്റെ സത്യസന്ധത എന്താണെന്ന് എല്ലാവരെയും അറിയിക്കണം എന്നുള്ള ഒരു നിലക്കാണ് അദ്ദേഹം ഈ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു മലയാള അധ്യാപകനാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജില് വകുപ്പ് മേധാവിയായിരുന്നു അദ്ദേഹം. ഈ ബുക്കിന്റെ ഇംഗ്ലീഷ് തർജ്ജമയായിട്ടുള്ള എ 1000 കട്ട്സ് ആൻഡ് ഇന്നസെന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഡെഡ്ലി ആൻസേഴ്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നന്ദകുമാറാണ് അത് തർജ്ജമ ചെയ്തിട്ടുള്ളത്. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഒരു ബുക്ക് കൂടിയാണിത്. 2010 ഒരു ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം തന്റെ ജീവിതത്തിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെയാണ് അദ്ദേഹം തന്റെ കൃതിയിലൂടെ തുറന്നു കാട്ടുന്നത്. ആ ചോദ്യത്തിലൂടെ തന്നെയാണ് തന്റെ ആത്മകഥ അദ്ദേഹം തുടങ്ങുന്നത്. അതിന് വേറൊരു തുടക്കം ഇല്ല എന്ന് തന്നെ പറയാം. ആണെങ്കിൽ അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതാൻ തന്നെ കാരണമായിക്കൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ബുക്ക് തന്നെ ആയിട്ട് അതിനെ എഴുതിയത്. 2010 സംഭവം നടന്ന് അദ്ദേഹം അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു ബുക്ക് എഴുതുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗത്ത് ആ ചോദ്യം ഇട്ടത് മുതൽ അന്ന് തുടങ്ങി അദ്ദേഹം അനുഭവിച്ച ഓരോ സംഭവങ്ങളും, ആ കോടതി വിധി, ആ കേസ് പോയത് എങ്ങനെയാണോ, കോടതി വിധി വന്ന് അദ്ദേഹം തിരിച്ച് ആ ഒരു അധ്യാപകനായിട്ട് തിരിച്ചു കയറുന്ന സംഭവം വരെയാണ് ആദ്യത്തെ ഭാഗത്ത് അയാൾ പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും യൗവനവും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നത്. BCom വിദ്യാർത്ഥികൾക്കായിരുന്നു അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുണ്ടായിരുന്നത്. അവരുടെ ഒരു ഇന്റേണൽ എക്സാമിനായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ചിഹ്നം ചേർക്കുന്ന ചോദ്യമായിരുന്നു ആ ഭാഗത്ത് വേണ്ടിയിരുന്നത്. ആ ചിഹ്നം ചേർക്കുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബുക്ക് റെഫർ ചെയ്യാനുണ്ടായത്. നമുക്കറിയാം, എല്ലാവരും പറയാറുണ്ട് ഒരു പ്രീവിയസ് ഇയർ ഒരു 5 വർഷമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ജയിക്കാനുള്ളതും കുറച്ചധികം മാർക്കും അതിൽ തന്നെ കിട്ടുന്നു. പക്ഷെ TJ ജോസഫ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴും പുതിയതായിട്ട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷി കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ അവർ പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് അവരുടെ ചിന്ത വളരണം എന്നുള്ള നിലക്ക് അദ്ദേഹം അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അദ്ദേഹം ഇടുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും പുതുമയുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹപ്രവർത്തകരൊക്കെ മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ആശ്രയിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ചിഹ്നം ചേർക്കുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച MG യൂണിവേഴ്സിറ്റി MA മലയാളത്തിനും BA മലയാളത്തിനും റെഫറൻസ് ഗ്രന്ഥമാക്കി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകം. തിരക്കഥയുടെ രീതിശാസ്ത്രം, ലേഖനങ്ങളും സമാഹാരങ്ങളും തിരഞ്ഞെടുത്തു. ആ ഒരു ബുക്കാണ് അദ്ദേഹം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അതില് കുറെ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എടുത്തത് തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്ന PT കുഞ്ഞഹമ്മദിന്റെ ഒരു ലേഖനാണ് അദ്ദേഹം എടുത്തത്. ആ ലേഖനത്തില് കുഞ്ഞഹമ്മദ് പറയുന്നത് ഗർഷോം എന്ന സിനിമയില് നായകൻ ദൈവവുമായി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ സിനിമയിലത്തെ കാര്യമാണ് പറയുന്നത്. നായകൻ ദൈവമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം എഴുതാൻ അദ്ദേഹത്തിന് കാരണമായത് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഭ്രാന്തന്റെ സംഭാഷണമാണ്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ പല ഇൻസിഡന്റും വെച്ചിട്ടാണ് അവർ കഥ എഴുതുന്നതെന്നൊക്കെ. അതുപോലെ
ഈ ഘർഷോം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അങ്ങനെ ഒരു രംഗം എഴുതാൻ കാരണമായത് ഒരു ഭ്രാന്തന്റെ സംഭാഷണമാണ്. ആ ഭ്രാന്തന്റെ സംഭാഷണം അദ്ദേഹം ആ ബുക്കിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിൽ ഭ്രാന്തനും പടച്ചോനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നമുക്ക് കാണാം. അതിൽ ആ ബുക്കിൽ അത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ സിനിമയിൽ അത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഹ്യൂമർ സെൻസിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഉദ്ദേശം. പക്ഷെ ടി.ജെ. ജോസഫ് ഭ്രാന്തൻ എന്ന പേര് വേണ്ട, ഭ്രാന്തനും പടച്ചോനും തമ്മിലുള്ള സംഭാഷണത്തില് ഭ്രാന്തൻ എന്നുള്ളത് മാറ്റി അദ്ദേഹം അവിടെ ഒരു പേര് സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പേര് അദ്ദേഹം ആലോചിച്ചപ്പോൾ പി.ടി. കുഞ്ഞഹമ്മദാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നെ ആവാന്ന് വിചാരിച്ചിട്ട് അത് ഇടാണ്. അതിടുമ്പോൾ ഇത്രയും വലിയൊരു പേരൊന്നും നമ്മൾ ഇടാറില്ലല്ലോ. അപ്പൊ പി.ടി. എന്നുള്ള ഇംഗ്ലീഷിൽ ആദ്യം തന്നെ അദ്ദേഹം ഒഴിവാക്കി കളഞ്ഞു. പിന്നെ ഉള്ളത് കുഞ്ഞഹമ്മദ് എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ രണ്ടു പേരായിട്ട് വേണ്ട, ഒറ്റ പേര് മതി എന്നുള്ള തീരുമാനത്തില് കുഞ്ഞു എന്നുള്ളത് അദ്ദേഹം ഒഴിവാക്കി മുഹമ്മദ് എന്ന് മാത്രമാക്കി മാറ്റി. പിന്നെ അദ്ദേഹം ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ മുഹമ്മദും പടച്ചോനും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു അത്. അന്ന് 32 വിദ്യാർത്ഥികളായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അവിടെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എക്സാം എഴുതി ഇറങ്ങിയപ്പോൾ തന്നെ പല കുട്ടികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ ചിഹ്നം ചേർക്കുന്ന ചോദ്യത്തില് ആൾക്കാരുടെ പേര് മാറ്റി എഴുതിയതുകൊണ്ട് കുഴപ്പമുണ്ടോ? അപ്പൊ സാറ് പറയുന്നുണ്ട്, പേരിലൊന്നും കാര്യമില്ല, നിങ്ങൾ എഴുതിയ ചിഹ്നം അല്ലെങ്കിൽ ഇട്ട ചിഹ്നം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണെന്ന് സാറ് പറയുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി അതില് ചേട്ടൻ അനിയൻ എന്നാണ് സാറേ ഞാൻ എഴുതിയിട്ടുള്ളത്, കുഴപ്പമുണ്ടോ ചോദിക്കും. അപ്പൊ സാറ് പറയും കുഴപ്പമില്ല, ചിഹ്നം കറക്റ്റ് ആണെങ്കിൽ മാർക്ക് ഉണ്ട് എന്ന് പറയും സാറ്. അങ്ങനെ എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് അതൊരു വിവാദമായിട്ട് മാറുന്നത്. മതനിന്ദ, പ്രവാചകനെ അവഹേളിച്ചു എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം തന്നെ ബന്ധപ്പെടുക ആരെയായിരിക്കും? അദ്ദേഹം പഠിപ്പിക്കുന്ന കോളേജിന്റെ മാനേജ്മെന്റിനെ ആയിരിക്കും. അപ്പൊ അവരും ഒരു കൈയൊഴിഞ്ഞ മട്ടിലാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. കാരണം ഇത് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ജോസഫിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് പ്രശ്നമാവും എന്നുള്ള നിലക്ക് അവരതിനെ വല്ലാണ്ട് ഈ സാറിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന പലരും അദ്ദേഹത്തോട് പറഞ്ഞത് ഒന്ന് മാറി നിൽക്ക്, ഈ സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ, നീ ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒളിവിൽ പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തേക്ക് നീ ഒന്ന് മാറി നിൽക്കണം എന്നുള്ള നിലക്ക് അദ്ദേഹം ഒളിവിൽ പോയി. ഒളിവിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഒളിവിൽ പോയ ജീവിതം എങ്ങനെയായിരുന്നു, ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എങ്ങനെയായിരുന്നു, ആരും കാണാതെ അല്ലെങ്കിൽ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ കുറച്ച് ദിവസം സർവൈവ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം, അപ്പൊ പുറത്തു വരണം എന്നുള്ള നിലക്ക്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ഒളിവിൽ പോയതിൽ പിന്നെ ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നുള്ളതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പോലെയായി അദ്ദേഹത്തിന്റെ ഈ ഒളിവിൽ പോക്ക്. അപ്പൊ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തൊടുപുഴ പോലീസിൽ തന്നെ അദ്ദേഹം പറയാണ്, ഞാൻ തിരിച്ചു വരുന്നുണ്ട്, സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് അദ്ദേഹം. അപ്പോൾ വരുന്ന വഴിക്ക് പോലീസ് വിളിച്ച് പറയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് വരണ്ട, ഞങ്ങൾ ഇയാളെ കൂട്ടിക്കോളാം, ഏതൊരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്നാൽ മതി, ഞങ്ങൾ കൂട്ടാന്ന് പറയാണ്. അങ്ങനെ ഒരു വഴിയിൽ അവർ നിന്ന് പോലീസ് അയാളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം. പക്ഷെ മാധ്യമങ്ങളിൽ വന്നത് മൊത്തം പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള നിലക്കായിരുന്നു. സത്യത്തിൽ സ്വന്തമായിട്ട് തന്നെ സറണ്ടർ ചെയ്യാൻ വന്ന ഒരാളായിരുന്നു. പക്ഷെ അതങ്ങനെ വളച്ചൊടിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു ജയിൽവാസം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. ജയിലില് കുറച്ച് പ്രത്യേക പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ബന്ധുക്കള് കുറച്ച് പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ഗൗനിച്ചു പോലും ഇല്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പരിഗണന ഒന്നും അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു സാധാരണ കുറ്റവാളിക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല എന്ന്. പിന്നെ ജയിലിന് അദ്ദേഹം കണ്ടുമുട്ടിയ കുറെ ആൾക്കാരുടെ വിവരങ്ങൾ അദ്ദേഹം അതിൽ പങ്കുവെക്കുന്നുണ്ട്. പിന്നെ ജാമ്യത്തിൽ കിട്ടി അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷവും അദ്ദേഹത്തിന് സാധാരണ പോലെ പുറത്തിറങ്ങാനോ ഒന്നും പറ്റിയിരുന്നില്ല. എപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ പുറത്തു പോകാനൊന്നും അങ്ങനെ പറ്റിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതുപോലെ പോയ വഴിയിലൂടെ അദ്ദേഹം തിരിച്ചു വരാറില്ല. ചിലപ്പോൾ പോയ വഴി കണ്ട ആരെങ്കിലും ഒക്കെ തന്നെ ആക്രമിക്കാനായിട്ട് അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്നുള്ള നിലക്ക് പോയ വഴിയിലൂടെ തിരിച്ചു വരാറില്ല. അങ്ങനെ എത്രയോ മാറി മാറി എത്രയോ വഴികളിലൂടെ താൻ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഒരു ദിവസം അയാളുടെ സഹോദരി ഒരു സിസ്റ്ററാണ്. അപ്പൊ അവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്
അവര് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഇദ്ദേഹവും കൂടിയിട്ട് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിന്റെ അവിടെ എത്താനായിരിക്കുന്ന ഒരു ടേണിങ്ങിൽ വെച്ചിട്ട് ഒരു ഓമിനി വാൻ അവരുടെ കാറിന് വന്ന് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. ആ വാനിൽ നിന്ന് ഇറങ്ങി വന്ന കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തെ മഴുകൊണ്ട് ഗ്ലാസ് ഒക്കെ വെട്ടി തുറന്ന് ഇയാളെ പുറത്ത് വലിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ മേലെ കുറെ വെട്ടുകൾ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ആ പരിക്കേൽപ്പിച്ചിട്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർക്ക് വേണ്ടിയിരുന്നത് ആ ക്വസ്റ്റ്യൻ ഇട്ട കൈയായിരുന്നു, ക്വസ്റ്റ്യൻ എഴുതിയ കൈയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വെട്ടിയ കൈ മാറിയിട്ടുണ്ട്, ഇടത് കൈക്കാണ് ഇതുവരെ വിട്ടുകൊണ്ടിട്ടുള്ളതെന്ന്. അപ്പൊ അവര് ഇടത് കൈയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ വലത് കൈ പിടിച്ചു വെച്ച് ആ വലത് കൈ പൂർണ്ണമായിട്ട് അവിടുന്ന് വെട്ടി മാറ്റി, കൈപ്പത്തി പൂർണ്ണമായിട്ടും വെട്ടി മാറ്റി. ആ കൈപ്പത്തി അപ്പുറത്തെ പറമ്പിലേക്ക് വീണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ആൾക്കാർ കൂടി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന്റെ ആ വെട്ടിമാറ്റിയ കൈ അവർക്ക് അപ്പുറത്തെ വീടിന്റെ മുറ്റത്തുനിന്ന് കിട്ടുന്നത്. ആ കൈ ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ തുന്നി ചേർത്തിട്ടുണ്ട്. പിന്നെ കോടതി കേസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കോടതി കേസ് അന്വേഷിച്ചിട്ട് ഒരു തരത്തിലും അതിൽ നിന്ന് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തെളിയാനുണ്ടായത്. ആ തെളിഞ്ഞതിന്റെ ബേസിസിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കോളേജ് മാനേജ്മെന്റ് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ചെടുക്കാൻ കുറച്ച് വൈകിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാലും അദ്ദേഹത്തിന്റെ റിട്ടേണിന്റെ ദിവസത്തിന് കുറച്ച് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തെ അവർ തിരിച്ചെടുത്തു. ന്യൂമാൻ കോളേജിൽ അധ്യാപകനായി അദ്ദേഹം തിരിച്ചു കയറുന്നു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഇതൊക്കെ തിരിച്ചു കയറുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് മൊത്തം ഉണ്ടായിരുന്ന തന്റെ ഭാര്യ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ അവരൊരു മാനസിക രോഗിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. കുളിമുറിയിൽ കഴുത്തിലൊരു തോർത്ത് കെട്ടി ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. ഈ ഒരു കേസിന് കോടതി വിധി വന്നിട്ട് അദ്ദേഹം ന്യൂസിനോട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, യുദ്ധം ഞാൻ ജയിച്ചു, പക്ഷെ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കേസ് അദ്ദേഹം ജയിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാമായിരുന്ന ഒരു ഭാര്യനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് അതിന്റെ ഒന്നാം ഭാഗത്തിൽ പറയുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ ഭാഗമാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, യൗവനം, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതം, എങ്ങനെയാണ് അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് മാറിയത്, തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. ഒരു മലയാള അധ്യാപകനായതുകൊണ്ട് തന്നെ വായനക്കാരെ പിടിച്ചിരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വായനയിലൂടെ ഒരു ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനോട് വളരെ ഫെമിലിയർ ആയിട്ട് മാറും, അല്ലെങ്കിൽ അവർ നമ്മൾ ആരൊക്കെയോ ആണെന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ അധ്യാപകനായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിമാറ്റുന്ന ഒരു ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആർക്കോ എന്തോ ഒരു വലിയ ആപത്ത് എന്ന പ്രതീതി നമുക്കുണ്ടാവുന്നുണ്ട്. ഒടുവിൽ പോയ ജീവിതവും അദ്ദേഹം അന്ന് അനുഭവിച്ച സംഘർഷങ്ങളെല്ലാം തന്നെ ഈ ആത്മകഥയിൽ അദ്ദേഹം ഈ ഒരു കേസ് വന്ന് അദ്ദേഹം അന്ന് തന്നെ സർവൈവൽ പീരീഡിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: തന്റെ കൈവെട്ടിയവരോട് താൻ എന്നേ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറയുന്നത് തന്റെ നിരപരാധിത്വം എന്താണെന്ന് ലോകത്തെ അറിയിക്കാനാണ് ഇതിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് മാത്രമാണ്. ബുദ്ധിയുടെ അപാരതകളിലേക്ക് വളരാതെ വിശ്വാസത്തിന്റെ ഇരുളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന മന്ദബുദ്ധികളെ ഒത്തുകൂടി ബഹളം വെച്ചു. അക്ഷരങ്ങളുടെ പേരിൽ കൈപ്പത്തി മുറിച്ചു മാറ്റപ്പെട്ട ഒരു അധ്യാപകന്റെ ഓർമ്മകളുടെ പുസ്തകമാണിത്. വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേര് പോലും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ ദിവസങ്ങളാണ് അദ്ദേഹം ഒളിവിൽ പോയത്, ജയിലിൽ കണ്ടുമുട്ടിയ ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ എല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരാണ് കൈവെട്ടിയതെന്നോ അല്ലെങ്കിൽ വെട്ടാൻ വന്ന ആരായിരുന്നു എന്നൊന്നും അവരുടെ പേരൊന്നും അദ്ദേഹം അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കൈവെട്ടിയ അക്രമകാരികളെ കൈവിട്ട സഭയാണ് അദ്ദേഹത്തെ നന്നായി കരയിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. വേദനയോടെ അല്ലാതെ ഈ പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാനാവില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആത്മവിശ്വാസത്തോടെ വീണ്ടും തൂലികയിലൂടെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹം കാണിച്ച ആർജവത്തെ നമിക്കുന്നു. ഇത്രയാണ് ഈ ബുക്കിൽ അദ്ദേഹം പറയുന്നത്. ഹലോ. താങ്ക് യു തൗഫീറ. വളരെ നന്നായിട്ട് ഒരു ബുക്കിന്റെ റിവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ശരിക്കും
തൗഫീറ പറയുമ്പോൾ തൗഫീറ പറഞ്ഞത് വളരെ കറക്റ്റ് എന്ന് തോന്നി. കാരണം വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ട് പിന്നെ നമ്മൾ മറവിക്ക് വിട്ടുകൊടുത്തൊരു കഥയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ തൗഫീറ ഇത് പറയുമ്പോൾ വളരെ കറക്റ്റായി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിച്ചതുപോലെ അത്രയും വ്യക്തമാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരിലേക്ക് അത് എത്തിച്ചിട്ടുള്ളത്. വളരെ നന്നായിരുന്നു. ഇനി ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരേണ്ടതാണ്. തൗഫീറ നന്നായി പ്രസന്റ് ചെയ്തു. ശരിക്കും ഒരു ചോദ്യത്തിന്റെ പേരിൽ ഒരു അധ്യാപകൻ അനുഭവിച്ച വേദനകള് നമുക്ക് അറിയാൻ പറ്റി. അത് ആരും ബുദ്ധി പ്രവർത്തിക്കാതെ മതത്തിന്റെ പേരിൽ മാത്രം ചിന്തിച്ചിട്ടാണ് ആ അധ്യാപകൻ അത്രയും വേദനിപ്പിച്ചത്. എന്നിട്ടും അദ്ദേഹം വീണ്ടും തുന്നിച്ചേർത്ത കൈകൾ കൊണ്ട് ഒരു ബുക്ക് എഴുതി കഴിഞ്ഞു. എല്ലാവരും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചു. ശരിക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അദ്ദേഹം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു അസ്ന. വേറെ ആരെങ്കിലും? ആരെങ്കിലും റിവ്യൂ പറയുന്നുണ്ടോ? ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഹലോ, തൗഫി എന്ന് വായിച്ച ബുക്കിന്റെ ടീച്ചർ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകള് നമുക്ക് ആ ഒരു കഥയിലൂടെ ഒരു നല്ലൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റി. കാരണം ഓരോ അക്ഷരങ്ങളുടെ പേരിലും ആശയങ്ങളുടെ പേരിലും കൈപ്പത്തി മുറിച്ച് മാറ്റപ്പെട്ട ഇദ്ദേഹം ആരാണ് അദ്ദേഹത്തിന്റെ കൈ മുറിച്ച് മാറ്റിയതെന്നും കൂടിയും വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിലൂടെ നല്ലൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തൗഫിയുടെ പ്രസന്റേഷൻ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ആ കഥ മൊത്തമായിട്ട് ഞാൻ ഇതുവരെ ഈ കഥ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലൂടെ എനിക്ക് മനസ്സിലാവുകയും പിന്നെ ഈ ബുക്ക് നോവൽ വായിക്കാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ഹിന. ഹലോ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ പത്രത്തിലൂടെ കേട്ടൊരറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് തൗഫീറയുടെ പ്രസന്റേഷൻ. താങ്ക് യു തൗഫീറ. നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെ ആർക്കൊന്നും ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ലെങ്കിൽ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും താങ്ക് യു. അപ്പം അടുത്ത വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കാണാം വേറൊരു ബുക്കുമായിട്ട്. താങ്ക് യു ഫോർ ബീങ് ഹിയർ. താങ്ക് യു.